ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മളിന്ന് ദുബായിക്ക് പോവാണ് ഗൈസ്. ഓക്കെ, നമ്മളിന്ന് ദുബായിലോട്ട് പോവാണ് ഗൈസ്. നമ്മൾ ജോലിക്കോ അതോ അങ്ങനെയൊന്നുമല്ല പോണത്. നമ്മൾ വെറുതെ ദുബായൊക്കെ ഒന്ന് കാണാൻ പോവാണ് ഗൈസ്. നമ്മൾ കൂട്ടുകാരൻ വിളിച്ചിരുന്നു ഗൈസ്. ഓക്കെ, ഓൻ വിളിച്ചിട്ടാണ് ഗൈസ് നമ്മളൊന്ന് പോണത്. നമുക്ക് എന്തായാലും ഇനി കാർ കയറാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ കാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് വിടണം. അതിന് മുമ്പായിട്ട് ഗൈസ് നമുക്കൊന്ന് വണ്ടി നേരാക്കണം ഗൈസ്. നമ്മളെ വണ്ടി ഒന്ന് നേരാക്കണം ഗൈസ്. നമ്മൾ വണ്ടി ആകെ പൊളിഞ്ഞു ഗൈസ്. കുറേ ഒരു പ്രശ്നം പറ്റി, പോയി ഇടിച്ചതാണ് ഗൈസ്. ഒരു വണ്ടിയുമേ ആകെ ഞെളുങ്ങി ഗൈസ്. അതുകൊണ്ട് നമ്മൾ വണ്ടി ഒന്ന് നേരാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ പോകാം ഗൈസ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എടുത്ത് നമുക്ക് പോവാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് എയർപോർട്ടിലേക്ക് പോകണം. എന്നിട്ട് അവിടുന്ന് വിമാനം കയറിയിട്ട് നമുക്കിനി ദുബായ് ചെന്നിറങ്ങും. ദുബായിൽ നിന്ന് നമ്മളെ ഓൻ വിളിക്കാൻ വരും ഗൈസ്. ഓക്കെ, എന്നിട്ട് ഓൻ്റെ വണ്ടിയിൽ നമ്മൾ പോവുക. പിന്നെ അവിടെ കുറച്ച് കറങ്ങിയിട്ടൊക്കെ നമ്മൾ വരിക ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, നമ്മൾ കുറച്ച് ലോങ് ഉണ്ട് അവിടേക്ക് എത്താൻ. അതുകൊണ്ട് എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ ഈ സൈഡിൽ കാണാനാണ് നമ്മളെ എയർപോർട്ട്. നമുക്കെന്തായാലും അവിടേക്ക് നേരെ കയറ്റാം ഗൈസ്. ഓക്കെ, ഇനി നമുക്കെന്തായാലും ഇവിടെ നിർത്തിയിട്ട് വിമാനത്തിലോട്ട് കയറാം ഗൈസ്. ഇവിടെയാണ് വണ്ടി നിർത്തുന്നത്. നമ്മളെ വണ്ടി ഒരു ചെക്കൻ വന്ന് കൊണ്ടുപോയിക്കോളും കേട്ടോ ഗൈസ്. നമ്മളെ വണ്ടി ഒരു ചെക്കപ്പം വരും. ആ ചെക്കൻ കൊണ്ടുപോയിക്കോളും, നമ്മുടെ വേറെ കൂട്ടുകാരെ കൊണ്ടുപോയിക്കോളും. പിന്നെ എന്താ ഗൈസ്, നമുക്കെന്തായാലും വിമാനം പോയിട്ടില്ല തോന്നുന്നു. നമുക്കെന്തായാലും ഓടിച്ചെന്ന് വിമാനത്തിലോട്ട് കയറാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തി ഗൈസ്. സക്സസ്ഫുള്ളി നമ്മൾ ദുബായിലോട്ട് എത്തി ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ ദുബായിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ കൂട്ടുകാരൻ വരും ഗൈസ്. ഓക്കെ, ഇപ്പോൾ വരും ഗൈസ്. അതുപോരാതെ ഇവിടെ നല്ല വെയിലാണ് ഗൈസ്, നല്ല വെയിലുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഓനിക്ക് വിളിച്ചിരുന്നു ഗൈസ്. അപ്പോൾ ഓൻ പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കണം ഗൈസ്. നമ്മൾ വിമാനത്തിൽ നിന്ന് ഫുഡ് കഴിച്ചിരുന്നു. അത് കുറേ മുമ്പാണ് കഴിച്ചിരുന്നത്. വിമാനത്തിൽ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഫുഡൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ റൂം എടുക്കണം. അതുപോലാതെ നമുക്കൊരു സ്വന്തമായിട്ട് ഇവിടെ ഒരു വണ്ടി വേണം. സ്വന്തമായിട്ട് റെൻറ്റിന് നമ്മളെന്തായാലും ഒരു മാസം കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകും ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയും ഒപ്പിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളവനോട്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളെ മച്ചാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചവൻ എത്തിക്കൂടെയാണ് വരിക എന്നാണ്, പക്ഷെ അവൻ വന്നത് പുറത്തു കൂടെയാണോ വന്നത് ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ എന്തായാലും വണ്ടി എടുത്ത് നേരെ നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ പോകണം. അതുപോലെ റൂം എടുക്കണം ഗൈസ്. ഓക്കെ, മച്ചാനെ എങ്ങനെയുണ്ട് ഇവിടെ? ഇതൊക്കെ ഒരു വണ്ടി സെറ്റാക്കി തരണം കേട്ടോ. ഓക്കെ അല്ലേ? ആടാ, ശരിയാണ്. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ ഉച്ചയ്ക്ക് ഒരു റൂം സെറ്റാക്കി തരണം. അപ്പോൾ എന്നോട് ഞാൻ ഫോണിൽ നിന്ന് പറഞ്ഞിരുന്നില്ലേ, അതൊക്കെ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ആടാ ടാങ്കണ മുത്തേ, നമുക്കെന്തായാലും ഫുഡ് കഴിക്കാം. നല്ല വിശക്കുണ്ട്. രാവിലെ കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ നല്ല ഫുഡൊക്കെ കിട്ടുമോ? ഓക്കെ, ഇത് ഒരു ലോഡർ ഫ്രൈസും
പിന്നെ ഒരു ആപ്പിൾ ജ്യൂസ് മാത്രം മതി. ഇക്ക തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ ഗായ്സ് ഓനാട്ടോ ഓർഡർ ചെയ്യാൻ പോണ്. നമുക്ക് എന്തായാലും അറബി ഭാഷ ഒന്നും അറിയില്ല, ഓനക്ക് അറിയുള്ളൂ. അതുകൊണ്ട് പിന്നെ ഓനക്ക് അറിയണ ആളെ കടയാണ്. എന്തായാലും ഓൻ ഫുഡൊക്കെ പറയും. ഓക്കെ, ഞാൻ എന്തായാലും തിന്നട്ടെ ഗൈസ്. ഓക്കെ, നമ്മളൊന്നും തിന്നിട്ടില്ല. എന്തായാലും നമുക്ക് തിന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് രജിസ്ട്രേഷൻ ചെയ്യണം കേട്ടോ. അതും ഇവരൊന്നും ചെയ്യണം, നമുക്ക് ചെയ്യാനറിയില്ല. ഓക്കെ, അതുകൊണ്ട് രജിസ്ട്രേഷൻ ഇപ്പം ചെയ്യുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമ്മളെന്തായാലും നമ്മുടെ മേലത്തെ റൂമിൽ കയറാൻ പോകണം ഗൈസ്. അപ്പോൾ മച്ചാനെ വണ്ടിയും എടുത്തു പോയിട്ടോ. ഓക്കെ, ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ വണ്ടി എടുത്തു പോയോ? ഓക്കെ, അപ്പോൾ ഗൈസ് ഓനെന്തായാലും പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും നമ്മളെ റൂമിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമ്മളെ റൂം മേലെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ റൂം. നമ്മുടെ റൂമിലൊരു AC ഉണ്ട്, പിന്നെ ഫുഡുണ്ട്, പിന്നെ ഒരു ചായ വെക്കാനുള്ളൊരു സംഭവം, ചായപ്പൊടി, ഒരു കപ്പ് അതൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ 2 വാഷ് ബേസ് ഉണ്ട്. ഇതാണ് നമ്മളെ ബാത്റൂം കേട്ടോ. ചെറിയൊരു ബാത്റൂം ഉണ്ട് നമുക്ക്. ഓക്കെ, പിന്നെ 2 വാഷ് ബേസും പിന്നെ ഒരു ലൈറ്റ് ഇവിടെ ഉണ്ട്, ഒരു TV ഉണ്ട് ഗൈസ്. ഞാൻ എന്തായാലും ഉറങ്ങട്ടെ കേട്ടോ ഗൈസ്. നമ്മൾ ഉറങ്ങിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഉറങ്ങി നീച്ചിട്ടുണ്ട്. നമ്മളെ മച്ചാൻ വിളിച്ചപ്പോഴാണ് നമ്മൾ നീച്ചത്. മച്ചാൻ പറയുന്നതെന്ന് വെച്ചാൽ വണ്ടിയായിട്ട് നമ്മൾ പുറത്ത് നിൽക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, അതാണ് നമ്മൾ മച്ചാൻ ചോപ്പ് വണ്ടിയാണ് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് പോവാം ഗൈസ്. ഗൈസ് ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. ഒരു ചോപ്പ് വണ്ടിയാണ് ഗൈസ്. മുൻപിൽ ഗ്ലാസ്സിന് ഫുൾ കറുപ്പടിച്ചിരിക്കണം. അതേപോലെ ബാക്കിലും ഫുള്ള് കറുപ്പടിച്ചിരിക്കണം. പിന്നെ ബാക്കിലെന്തോ എഴുതിയിരിക്കണം ഗൈസ്. ഓ, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും പിന്നെ യൂട്യൂബിൽ നിന്ന് എഴുതിക്കണം, ഗെയിമിംഗ് പാച്ചൊന്നും, പിന്നെ അടിയിൽ യൂട്യൂബിൽ നിന്ന് എഴുതിക്കണം. ഓക്കെ, വണ്ടി എന്തായാലും കല ഇഷ്ടപ്പെട്ടു ഗൈസ്. നമുക്ക് എന്തായാലും പിന്നെ ഇവിടെ കുറച്ച് ദിവസത്തിന് കറങ്ങാനാണ് അവന് കുറച്ചൊക്കെ അടിപൊളി വണ്ടി നമുക്ക് ഒപ്പിച്ചു തന്നിക്കണ്. അപ്പോൾ ടാങ്കിയുടെ മുത്ത്. ഓക്കെ ഗൈസ് നമ്മളെ വീട് എന്തായാലും പോയി ചൈനപ്പിയാണ്. നമ്മൾ പാർട്ട് 2 ആയിട്ട് വരുന്നതിനേക്കും ബൈ.